ബിഗ് ബോസ് മലയാളം സീസൺ 7 വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും നമുക്ക് നെവിനെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. കാരണം നെവിൻ എത്ര തവണ കയറിയാലും അപ്പോഴെല്ലാം തന്നെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോള്. അതുമാത്രമല്ല, രാവിലെ തന്നെ നടത്തിയിട്ടുള്ള ഫിസിക്കൽ അസോൾട്ട് അതെന്തായാലും നെവിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്നുള്ളതും സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുമാത്രമല്ല, അനുമോൾ ബിഗ് ബോസിനെ വരെ ലംഘിച്ചിട്ട് ആ ഒരു പാവ എല്ലാവരും കൊണ്ട് അവിടെ വെക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടും അനുമോൾ അവിടെ പാവ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. പാവ എടുത്ത സമയത്ത് നെവിൻ്റെ സാധനങ്ങളെല്ലാം തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നീട് നെവിൻ അനുമോളുടെ സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് വലിച്ചെറിയാൻ വേണ്ടി പോകുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഞാൻ ഇനി കിച്ചണിൽ കയറുന്നില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ഇതിനകത്ത് കൂടെ ഉണ്ട്. പക്ഷേങ്കിൽ അനു ഇനീഷ്യേറ്റീവ് എടുത്ത് നിന്നിട്ട് അനു സ്വയമേ നല്ല രീതിയിൽ തന്നെയുള്ളൊരു വ്യക്തിയായി മാറാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വേറെ ആർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം, പക്ഷേങ്കിൽ തനിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു ഒരു തടി തപ്പാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ആദിലേക്കും നൂറയും വിശന്നിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷേങ്കിൽ അവരാണെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അവസാനം എല്ലാം തന്നെ കുത്തിക്കയറ്റി കഴിക്കുന്ന അനുമോളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തുടരെ അനുമോൾക്കെതിരെ പറയാനുള്ള ഒരുപാട് ദീനന കാര്യങ്ങൾ അനുമോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമൊന്നും ഇല്ലാത്ത കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ക്യാപ്റ്റനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റേഷനൊക്കെ കുറച്ചെടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേങ്കിൽ അത് ബാക്കിയുള്ള എല്ലാ ആൾക്കാരോടും കൂടെ ചോദിച്ചതിന് ശേഷം മാത്രമായിരിക്കണം. അതല്ലാതെ ചാടിക്കേറി ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് മണ്ടത്തരത്തിൽ ചെന്ന് വീഴത്തേ ഉള്ളൂ. ഇതതുപോലെ തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്.